രാജ്യസഭയിൽ ബി.ജെ.പി. നേതാക്കൾ നടത്തിയ ലുങ്കിവാല അധിക്ഷേപ പരാമർശത്തിനെതിരെ സ്വാതന്ത്ര്യദിനത്തിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി വി.ടി. ബൽറാം എം.എൽ.എ. ലുങ്കി ധരിച്ചെത്തി ദേശീയ പതാക ഉയർത്തിയാണ് അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തൃത്താല പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിലാണ് ലുങ്കി അണിഞ്ഞ് ബൽറാം പതാക ഉയർത്തിയത്. പാർലമെന്റിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് നേരെ ബി.ജെ.പി. ഉയർത്തിയ അധിക്ഷേപ പരാമർശം രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സംഭവത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിഷേധമാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും ഉയർന്നുവരുന്നത്. ഓരോ പൗരന്മാർക്കും നിരവധി അവകാശങ്ങൾ അത് ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളായി തന്നെ പ്രഖ്യാപിക്കുന്ന തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിശിഷ്ടമായ ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ നമുക്ക് സാധിച്ചു. ആ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. മതത്തിന്റെ പേരിൽ വേർതിരിക്കപ്പെടുകയാണ്. ജാതി പീഡനങ്ങൾ ഇന്ന് വലിയ രീതിയിൽ ആസുരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ ഒന്നായി കാണാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട് ദൗർഭാഗ്യവശാൽ ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോയതാണ് ഇതിന്റെയൊക്കെ പുറകിലെ കാരണം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത ആളുകളുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം ചെന്നെത്തിയപ്പോഴാണ് ഈ അപജയം ഈ നിലയിൽ രാജ്യത്തിൽ അനുഭവേദ്യമായി തുടങ്ങിയത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഭാഗീയ ശക്തികൾക്കെതിരെ വർഗീയത വളർത്തി ഇന്ത്യയെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന വിധ്വംസക ശക്തികൾക്കെതിരെ ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും ഊട്ടിയുറപ്പിക്കുന്ന വേളകൾ കൂടിയായി ഈ സ്വാതന്ത്ര്യദിനാഘോഷ വേളകളെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഒരു പുതിയ തലമുറ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യ തലസ്ഥാനത്തടക്കം ജന്തർ മന്ദറിലടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിൽ ചെറുപ്പക്കാരുടെ പ്രക്ഷോഭങ്ങളെ കാണേണ്ടതായിട്ട് വരികയാണ്. കാരണം അവരുടെ കഷ്ടപ്പാടിന്, അവരുടെ കഠിനാധ്വാനത്തിന് യാതൊരു ഫലവുമില്ലാത്ത രീതിയിൽ പരീക്ഷകൾ പോലും അട്ടിമറിക്കപ്പെടുന്നു. അവരുടെ ഭാവി ആശങ്കയിലാകുന്നു. ഈ നിലയിലുള്ള സ്ഥിതിവിശേഷങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെതിരായി ഒരു തലമുറ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും കടന്നു വരുന്നുണ്ട് എങ്കിൽ അവരുടെ പ്രതിഷേധങ്ങളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ നമ്മുടെ ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനെ അടിച്ചമർത്താൻ നോക്കുന്ന ആളുകൾ, അവരെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തുന്ന ആളുകൾ, ആ നിലയിൽ കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരിൽ നിന്ന് ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ സ്വാതന്ത്ര്യ സമരം കൂടി ഇന്ന് ഒരുപക്ഷെ ഈ രാജ്യത്ത് അനിവാര്യമായി വന്നേക്കും എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അത് ഈ നാടിനെ ഒന്നിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി യോജിപ്പിച്ചുകൊണ്ട് നാടിന്റെ പൊതുപ്രശ്നങ്ങൾ പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരായി ഈ പുതിയ തലമുറയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. അതിനുവേണ്ടി ഇന്നത്തെ ഈ ആഘോഷ വേളകൾ ഫലപ്രദമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 80ാം വർഷത്തിലേക്ക് നമ്മൾ ചുവടുവയ്ക്കുന്ന ഈ അവസരത്തിൽ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കൂടി നമുക്ക് പുതിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വയം തയ്യാറായി എല്ലാവരും രംഗത്തിറങ്ങണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ടൈം കിഡ്സ് പ്രീ സ്കൂൾ മാന്നന്നൂർ റോഡ് വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.